നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ. സിനിമയും ജീവിതവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരാൾ കൂടിയാണ് മഞ്ജു വാര്യർ എന്ന് വേണം പറയാൻ. അതിനാൽ താരത്തിന്റെ ഏതൊരു വാർത്തയും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും പെട്ടെന്ന് ആളുകളിലേക്ക് എത്താറുണ്ട്. മകൾ മീനാക്ഷി MBBS ബിരുദം നേടിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സംസാര വിഷയം മഞ്ജുവും ദിലീപും അവരുടെ മകൾ മീനാക്ഷിയും തന്നെയായിരുന്നു. മീനാക്ഷിയുടെ വളർച്ചയ്ക്കൊപ്പം ഏറിയ പങ്കും മഞ്ജു ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകളുടെ ഈ വിജയത്തിന് പിന്നിൽ അമ്മയുടെ ആ 14 വർഷം കൂടി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന മഞ്ജു ഫാൻസ് നിരവധിയാണ്. എന്നാൽ മകളുടെ വിജയത്തിനെങ്കിലും ഒരു പോസ്റ്റ് പങ്കിടാം എന്ന് പറയുന്ന ദിലീപ് ഫാൻസും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിറയുന്നുണ്ടായിരുന്നു. മഞ്ജു ചെന്നൈയിൽ ഉണ്ടായിരുന്നു, അതും തൊട്ടടുത്ത്. ചടങ്ങിൽ പങ്കെടുക്കാൻ അമ്മ എത്തിക്കാണുമോ എന്ന് ചോദിക്കുന്നവരും കുറവല്ലായിരുന്നു. അതേസമയം മഞ്ജുവിന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് മഞ്ജു ചെന്നൈയിൽ എത്തിയതെന്നുള്ള കമന്റുകളും ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങൾ വൈറലാകുമ്പോൾ അതിൽ നിറയുന്നുണ്ടായിരുന്നു. മകളുടെ MBBS ബിരുദദാന ചടങ്ങിൽ കാവ്യമാധവനൊപ്പമാണ് ദിലീപ് എത്തിയത്. ഇതിനെ ചൊല്ലി ഏറെ വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇൻസ്റ്റയിൽ അമ്മയും മകളും പരസ്പരം ഫോളോ ചെയ്തതും കൂടി എത്തിയപ്പോൾ വിവാദങ്ങൾ പയ്യെ പോയി. പിന്നീട് മീനാക്ഷിയുടെ ഫോളോവർ ലിസ്റ്റിൽ അമ്മ ഇല്ലാതെ ആയതോടെ വീണ്ടും ചർച്ചകൾ നടന്നു. ഇപ്പോഴത്തെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി തിരക്കിലാണ് മഞ്ജു. മഞ്ജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫൂട്ടേജ്. ആഗസ്റ്റ് 2-നാണ് ഫൂട്ടേജ് റിലീസ് തീരുമാനിച്ചത്. അതിന് മുന്നോടിയായിട്ടാണ് മഞ്ജു അഭിമുഖങ്ങൾ നൽകുന്നത്. എന്നാൽ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി പിന്നീട് തീയതി മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വച്ച് മഞ്ജുവിന് കിട്ടിയ അവസരത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാരം. എന്നാൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മീനാക്ഷിയുടെയും വാർത്തകൾ നിറയുന്നത്. അത് മറ്റൊന്നുമല്ല, 16 മിടുക്കികളുടെ വിജയത്തിലാണ് മഞ്ജു ഭാഗമായത്. കയ്യും കാലും കെട്ടി ആലുവ പുഴ നീന്തി കടന്നാണ് പെൺകുട്ടികൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയത്. ഈ 16 പേരെയും മെഡൽ നൽകി ആദരിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. നൊന്ത് പ്രസവിച്ച മകളുടെ നിർണായക നിമിഷത്തിൽ അമ്മയ്ക്ക് പങ്കെടുക്കാനായില്ലെങ്കിലും 16 മക്കളുടെ കാര്യത്തിൽ മഞ്ജുവിന് പങ്കെടുക്കാൻ സാധിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. ആലുവക്കാരനാണ് ദിലീപ്. അവാർഡ് ദാന ചടങ്ങിൽ ദിലീപിന്റെ തൊട്ടടുത്ത് തന്നെ എത്തി. ഇത് നൽകാനായത് തന്നെ ഞങ്ങൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെ എന്നാണ് ഫാൻസ് പറയുന്നത്. അതേസമയം സിനിമയുടെ പ്രസ് മീറ്റിംഗിനിടെ അവതാരകയുടെ ചോദ്യങ്ങൾക്കും മഞ്ജു മറുപടി നൽകി. എല്ലാ പെൺകുട്ടികളും ബോൾഡാണ്. അവനവന്റെ സ്ട്രെങ്ത് അവനവൻ തിരിച്ചറിഞ്ഞാൽ മതി. അവനവൻ സ്ട്രോങ് ആണെന്ന് ഒരു ബോധ്യം നമ്മൾക്കുണ്ടായാൽ മതി എന്നാണ് പെൺകുട്ടികളോടായി മഞ്ജു പറഞ്ഞത്. ബൈക്ക് യാത്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും മഞ്ജു മറുപടി നൽകി. പണ്ട് തൊട്ടേ വലിയ ആഗ്രഹമായിരുന്നു ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്ന്. ലഡാക്കിൽ ബൈക്കിൽ യാത്ര പോയപ്പോഴാണ് ബൈക്ക് യാത്ര ചെയ്യുന്നതിനോട് വലിയ ഇഷ്ടവും ആഗ്രഹവും ഒക്കെ തോന്നുന്നത്. അതോടെ ബേസിക് കോഴ്സൊക്കെ പഠിച്ച് ലൈസൻസ് എടുത്തു. താൻ ഇപ്പോഴും വലിയ എക്സ്പേർട്ട് ആണെന്നൊന്നും പറയില്ല. യാത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനും ചാക്കോച്ചനും പിഷാരടിയും ഒക്കെയായിട്ടുള്ള ആ ഗ്രൂപ്പ് രൂപപ്പെട്ടത്. ഒരേ താല്പര്യമുള്ളവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വേറൊരു വൈബാണെന്നും മഞ്ജു മറുപടി നൽകി.